ഡൽഹിയിൽ രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി റോഹിംഗ്യകൾക്കും അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കില്ല, അതിനവർക്കൊരു അർഹതയുമില്ല എന്നാണ് ഇപ്പോൾ കൃത്യമായി രേഖ ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. ഇനി ഡൽഹി അങ്ങനെ കൊടുക്കില്ല എന്നും രേഖ ഗുപ്ത വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്ലാനുകളും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. അവർ കുടിയേറ്റക്കാർ തന്നെയാണ്. അവർക്ക് യാതൊരുവിധ മാനുഷ്യ മൂല്യങ്ങളും നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ രാജ്യത്തേക്ക് അവർ കുടിയേറി വന്നവരാണ് എന്നാണ് കൃത്യമായി രേഖ ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. ഓരോ റോഹിംഗ്യ ഇൻഫിൽട്രേറ്ററും ഡൽഹിയിൽ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് റോഹിംഗ്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ ഓരോരുത്തരെയായി ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഓരോ ഫയലുകളാക്കി ഓരോ ആൾക്കാരെയും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് സൂക്ഷിച്ചു വരികയാണ്. ഉടനെ തന്നെ ഇവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകുമെന്നും രേഖ ഗുപ്ത പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഡൽഹിയിൽ നിന്നും ഇവരെ പിടിച്ച് പുറത്താക്കാനുള്ള വഴി, രാജ്യത്ത് നിന്ന് ഇവരെ പിടിച്ച് പുറത്താക്കാനുള്ള വഴിയാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം റോഹിംഗ്യകളുടെ കണക്കെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇവരെ ഇനി ഇവിടെ നിന്നും പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി. ആ ജോലിയിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ് എന്നാണ് കൃത്യമായി രേഖ ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് സ്കീമുകളിൽ എന്തിനാണ് അനധികൃത കുടിയേറ്റക്കാർക്ക് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നും രേഖ ഗുപ്ത ചോദിച്ചു. സകല റോഹിംഗ്യകളെയും സകല ബംഗ്ലാദേശികളെയും അനധികൃതമായി കുടിയേറി വന്ന ബംഗ്ലാദേശികളെയും ഗവൺമെൻറ് സ്കീമുകളിൽ നിന്ന് പുറത്താക്കാൻ, ചവിട്ടി പുറത്താക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ രേഖ ഗുപ്ത കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. എന്തായാലും രേഖ ഗുപ്തയുടെ ഈ തീരുമാനം മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം അനുകരിക്കാൻ ഉതകുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അനുകരണീയമായ ഒരു മാതൃക തന്നെയാണ് ഇത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. രേഖ ഗുപ്ത ഇപ്പോൾ ഗവൺമെന്റ് സ്കീമിൽ നിന്ന് ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും ചവിട്ടി പുറത്താക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്തായാലും ഡൽഹിയിലുള്ള ആൾക്കാർക്കാണ്, അതായത് ഡൽഹി പീപ്പിൾ ഹാവ് ദ ഫസ്റ്റ് റൈറ്റ് ഓവർ ഗവൺമെന്റ് സ്കീംസ് എന്നാണ് രേഖ ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. വളരെ ശരിയാണത്. അതായത് ഡൽഹിയിലുള്ള ജനങ്ങളാണ് ഡൽഹിയിലെ ഗവൺമെൻറ് പദ്ധതികളുടെ ആദ്യത്തെ ഗുണഭോക്താക്കൾ എന്നാണ് കൃത്യമായി രേഖ ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡൽഹിയിലെ ജനങ്ങൾ ഗുണഭോക്താക്കളാകേണ്ടയിടത്ത് ഈ പദ്ധതികളുടെ എല്ലാം ഗുണഭോക്താക്കളായി മാറുന്നത് ഒരുപറ്റം റോഹിംഗ്യകളും ഒരുപറ്റം ബംഗ്ലാദേശികളുമാണ്. ഇത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നും രേഖ ഗുപ്ത പറയുന്നു. AP ഗവൺമെൻറ് റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഈ പദ്ധതികളിലേക്ക് വലിച്ചു ചേർക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് യാതൊരുവിധ ഗവൺമെൻറ് ആനുകൂല്യങ്ങളുടെ ഗുണവും ലഭിക്കാനായി യാതൊരു കാര്യങ്ങളും AP ചെയ്തിട്ടില്ല. മറിച്ച് റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും വേണ്ടി AP ഗവൺമെൻറ് അക്ഷീണം പ്രയത്നിക്കുകയായിരുന്നു എന്നും രേഖ ഗുപ്ത പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും ഇപ്പോൾ ഗവൺമെൻറ് സ്കീമുകളിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ഡൽഹി തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.